നമ്മുടെ ഗേറ്റ് എക്സാമിന്റെ 2025 ടോപ്പ് അടിച്ചിരിക്കുന്ന മെക്കാനിക്കൽ സ്റ്റുഡൻസ് ആണ് നിങ്ങൾ. അതിൽ തന്നെ നിങ്ങൾക്കുള്ളിൽ തന്നെ ഏറ്റവും ടോപ്പ് അടിച്ചിരിക്കുന്നത് അമേകാണ്. അമേക ഇപ്പൊ എന്താണ് ഫീൽ ചെയ്തത്? സന്തോഷം. എത്ര ആൾക്കാരും അമേക 152 അടിച്ചത് മെക്കാനിക്കലല്ലേ? അതുപോലെ നമുക്ക് ഇന്റർഡിസിപ്ലിനറി ഏതായാലും പ്രൊഡക്ഷൻ നോക്കുമ്പോഴത്തേക്ക് അമേക ഫസ്റ്റ് അല്ല, ഗോവാണ് ഫസ്റ്റ്. എനിക്ക് 10 ആയിരുന്നു. തൊട്ടടുത്ത് അഭിരാജ് ഉണ്ട്, 11 ആണ് റാങ്ക്. അപ്പൊ അഭിരാജായിരുന്നു ഗോവുവിന്റെ കോമ്പറ്റേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു റാങ്ക് കൂടെ പോയി സിംഗിൾ ഡിജിറ്റ് കിട്ടിയതാ. അതെ അതെ, പക്ഷെ ഇതന്നെ നല്ല റാങ്ക് ആയിട്ട് ഞങ്ങൾ കാണുന്നു. ഇതന്നെ നമ്മുടെ ഒന്നാം റാങ്കുകാരെ അമേക ഇല്ലായിരുന്നോ പ്രൊഡക്ഷനിൽ വന്നപ്പോ? അമേകിന് എത്രയായിരുന്നു? അമേക 30 ഉണ്ട്. 30. അല്ല, അമേക കോൺസെൻട്രേറ്റ് ചെയ്തത് മെക്കാനിക്കലിന്റെ മെയിൻ പേപ്പറിൽ മാത്രമാണോ? മെക്കാനിക്കൽ ആയിരുന്നു മെയിൻ. അതായിരുന്നു സ്ട്രാറ്റജി. മെക്കാനിക്കലിന് ടോപ്പ് അടിച്ചിട്ട് ഭാഗ്യം പോലെ ആ സ്ട്രാറ്റജി എവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന? അത് എവരെ മോട്ടിവേറ്റ് ചെയ്യരുത്. നിങ്ങൾ പ്രൊഡക്ഷൻ പഠിച്ച് നല്ല രീതിയിൽ മാർക്ക് അടി, നമുക്ക് 100 അടിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഒളിച്ചിരുന്ന് മെക്കാനിക്കൽ പഠിക്കുമായിരുന്നു അമേകിന്റെ പരിപാടി. ഇല്ല, അഭിരാജിയായിരുന്നു ആ സ്ട്രാറ്റജി എടുക്കുന്നത്. തുടങ്ങി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ടോപ്പ് അടിക്കും അത് പറഞ്ഞിരിക്കുവായിരുന്നു. ഓ അല്ല, ഞാൻ പ്രൊഡക്ഷനാണ് മെയിൻ എന്താ പറഞ്ഞത്. അപ്പൊ അമേക എന്തായിരുന്നു അതിനുള്ള റിപ്ലൈ? മോട്ടിവേറ്റ് ചെയ്തല്ലേ, നീ പ്രൊഡക്ഷൻ അടിച്ചോടാന്ന് പറഞ്ഞല്ലേ? പിന്നല്ല, ഒരാള് കുറഞ്ഞ ആക്ച്വലി ഈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല് പ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എംടെക്കില് ഞാൻ കൂടുതലും എംടെക്കിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിരുന്നത്. അപ്പൊ എംടെക് ഏതെങ്കിലും നല്ല കോളേജിൽ ചെയ്യാനുള്ള രീതിയിൽ. അപ്പൊ പ്രൊഡക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സ് വളരെ കുറവാണ്, പ്രൊഡക്ഷൻ എഴുതുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പൊ അതിന്റെ സ്കോറും മാർക്കും വെച്ചിട്ട് എനിക്ക് എംടെക്കിന് അഡ്മിഷനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്, അത് സപ്പോർട്ടിങ് ആണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രൊഡക്ഷൻ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ പ്രൊഡക്ഷൻ കുറച്ച് സബ്ജക്ട്സ് എല്ലാം എടുത്ത് പഠിച്ചത്. അതെ അതെ, നമ്മളെ റാങ്ക് ഒന്ന് ആലോചിച്ചിട്ട് അതെ, അങ്ങനെ റാങ്ക് ആലോചിച്ചിട്ട് പഠിച്ചതല്ല. നമുക്കല്ല സത്യമായിട്ടും മെക്കാനിക്കലിന് വേണ്ടി തന്നെ പഠിച്ചത്. മെക്കാനിക്കലിന് വേണ്ടി മെയിൻ ആയിട്ട് മെക്കാനിക്കലാണ്. പക്ഷെ ഇതിലെ കുറെ സബ്ജക്ട് മെക്കാനിക്കലും സിമിലർ ആണ്, നല്ല പ്രൊഡക്ഷനും ഇതും സിമിലർ ആണ് വളരെ. ആകെ കുറച്ച് എക്സ്ട്രാ പഠിക്കണം, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് കുറച്ച് എക്സ്ട്രാ പഠിക്കണം, പിന്നെ പ്രൊഡക്ഷന്റെ കുറച്ച് സബ്ജക്ട്സും എക്സ്ട്രാ പഠിക്കണം. അത്രയും. മുന്നേ സീനിയേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും പ്രൊഡക്ഷൻ. ഇപ്പൊ ഞങ്ങളുടെ ഒരു സീനിയർ തന്നെ PI പേപ്പർ 60th റാങ്ക് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അത് വലിയ കാര്യമായിരുന്നു. 60th റാങ്ക്, ഒരു 2 ഡിജിറ്റ് റാങ്ക് ഒക്കെ. റിസർച്ച് ചെയ്തിട്ടുണ്ട് ഗേറ്റ് എങ്ങനെയാണ്, ഗേറ്റിൽ എന്തൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ട്? ഇനീഷ്യലി പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. വരും പോവും, പിന്നെ അങ്ങനെ ഓരോരുത്തർ പറയും ഇങ്ങനെയുണ്ട് അതുണ്ട്, അപ്പൊ അതെന്താ നോക്കും, അങ്ങനെ ആ ഒരു. അപ്പൊ എന്തായാലും നിങ്ങൾ ഗേറ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്യണം, നമുക്ക് എവിടെ പഠിക്കണമെന്ന് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഞങ്ങൾ എങ്ങനെ ARC എത്തി? അത് നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് ഒരുമിച്ച് വന്നതാണോ? എങ്ങനെ ARC എത്തിയത്? ഞങ്ങൾ ARC വന്നിട്ടാണ് നമ്മൾ 3 പേരും പരിചയപ്പെടുന്നത്. ആക്ച്വലി ഞങ്ങൾ 3 പേരും സീനിയർ ആണ്, ഒരു കോളേജിൽ പഠിച്ച ആൾക്കാർ. ഇതെന്റെ ജൂനിയർ, അതിന്റെ ജൂനിയർ. അതെ അതെ, ഞാൻ 2 കൊല്ലം MRF വർക്ക് ചെയ്യായിരുന്നു. ആക്ച്വലി ഞാൻ ഇവിടെ ആർക്കിൽ എത്തിപ്പെടുന്നത് എങ്ങനെ പറഞ്ഞാല്, കഴിഞ്ഞ വർഷം ഇവിടെ പഠിച്ച എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പക്ഷേ അവനെ നല്ല റാങ്ക് കിട്ടി. ഇപ്പൊ അവൻ NIT ട്രിച്ചിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, MTech ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവനാണ് എന്നോട് പറഞ്ഞത് റിസൈൻ ചെയ്ത്, ഓൾറെഡി എനിക്ക് 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു കുറച്ചുകൂടി നല്ല പോസ്റ്റിലേക്ക് പോകണം തോന്നിയപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി പ്രിഫറബിൾ ആയുള്ള ടെക്നിക്കൽ ഫീൽഡ് തന്നെയാണെന്ന് തോന്നിയുകൊണ്ട് ഞാൻ പിന്നെ ഹയർ സ്റ്റഡീസിന് പോകാൻ പ്രിഫർ ചെയ്തു. അപ്പോൾ വൈഷ്ണവിനോട് പറഞ്ഞാൽ ആർക്കിൽ പോയിക്കോ, അതായതുമ്പോൾ ഫീസും കുറവാണ്, പിന്നെ അത് മാത്രമല്ല ഇവിടെ കുറച്ചുകൂടി നല്ല എക്സാംസ് ആണ് നടത്തുന്നത്, ക്ലാസ്സിനുപരി നല്ല എക്സാമിന് നല്ല ക്വാളിറ്റി ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഇവ നല്ല ചോയ്സ് ആണ്. അവൻ ഇവിടെ വന്നിട്ട് ഞാനും വൈഷ്ണവും കൂടെ ഇവിടെ വന്നിട്ടാണ് ജോയിൻ ചെയ്തത്. എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ ഇവിടെ എത്തി എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ പഠിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഇങ്ങനെ ഹൈദരാബാദ് പോകണം, അങ്ങനെ നോർത്തിൽ പോകണം എന്നിങ്ങനെ പറയും. ഇപ്പൊ കോളേജിൽ പ്രൊഫസേഴ്സ് ആണെങ്കിലും പറയും. ഞാൻ നോക്കുമ്പോൾ അത് എക്കണോമിക്കലി ഭയങ്കര ടാസ്കാണ്. നമ്മൾ എത്രയും നോർത്തിലൊക്കെ പോയി പഠിക്കുക, പിന്നെ അത്രയ്ക്ക് ഫീസിബിൾ ആണെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ തന്നെ ഇലക്ട്രിക്കലിൽ ഇപ്പോൾ ടോപ്പ് 500 ഇൻസ്ട്രുമെന്റേഷനിൽ അടിച്ച ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ പറഞ്ഞു, മാധവ്, അവൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ ശരിക്കും കോഴിക്കോടുള്ള, എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ള കാര്യം. ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴും അങ്ങനെ കണ്ടില്ല. അങ്ങനെ അവൻ വഴിയാണ് ഞാൻ ശരിക്കും ARC എത്തുന്നത്. ഇവിടുത്തെ പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതായിരുന്നു മെയിൻ കാര്യം. പിന്നെ അടുത്ത സബ്ജക്ട്സിലേക്ക് പോകുന്നു, ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഒരു കണ്ടിന്യൂസ് സബ്ജക്ട് എക്സാം, അവരിത് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗ്യാപ്പ് തരുന്നു. ജസ്റ്റ് ലൈക്ക് ഞാൻ പറയട്ടെ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ എല്ലാ വീക്കും ഇങ്ങനെ എക്സാം ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതൊരു പഠിക്കാനൊരു സമയമില്ലാതെ എക്സാം നടത്തുന്നൊരു പോയിന്റില്ല.
അങ്ങനെ കുറെ ഉണ്ട്. ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് തരും. ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇവിടെ എക്സാം നടക്കുന്നത്. ആ പാറ്റേൺ അധിക ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്വേഷിച്ചപ്പോൾ ഇല്ല, അതില്ല. പിന്നെ എന്തായാലും എങ്ങനെ സബ്ജക്ട് കഴിഞ്ഞാൽ ഇവിടെ എക്സാം നടത്തും, അതിലൊരു ഇതില്ല. പക്ഷേ സഫിഷ്യന്റ് ആയിട്ടുള്ള ടൈം തരും. സബ്ജക്ട് അനുസരിച്ച് വെയിറ്റേജ് അനുസരിച്ച് ടൈമും എല്ലാം തരും. ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് നോച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും പറയാൻ. ഞങ്ങൾ ഫേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് കമ്പയറിംഗ് ടു എക്സാം ഗേറ്റ് ഒന്നും അല്ലായിരുന്നു. ഒരു വട്ടം എനിക്ക് ഇവിടുത്തെ എക്സാം എഴുതി കിളി പോയി സത്യം. വേറെ തെർമലിന്റെ എക്സാം ഉണ്ടായിരുന്നു. ഈ എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ സത്യം അത്യാവശ്യം ടഫാണ് സബ്ജക്ട് വെച്ചാൽ നല്ല ടൈറ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത്യാവശ്യം വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റാ. അപ്പൊ തെർമൽ എക്സാം ഇവിടെ നടത്തി കഴിഞ്ഞ് ഞാൻ RIC ഒക്കെ എനിക്ക് പണ്ടേ കുറച്ചൊക്കെ അറിയായിരുന്നു. MRF കയറാണ്ട് ഇന്റർവ്യൂവിനെ കുറച്ച് പഠിച്ചായിരുന്നു. അപ്പൊ ഞാൻ ഈ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും കിട്ടുന്നില്ല. ഞാൻ ആകെ ഡൗൺ ആയിപ്പോയി. പക്ഷേ ആ എക്സാം കഴിഞ്ഞപ്പോൾ കിളി പോയി സത്യം പറഞ്ഞാൽ. ലിറ്ററലി ഇറങ്ങുമ്പോൾ കിളി പോയി എക്സാം എഴുതി. പക്ഷെ ആ ക്വസ്റ്റ്യൻസ് പിന്നെ ഞാൻ എടുത്ത് വീട്ടിൽ പോയി ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചുകൂടി എനിക്ക് എഫക്റ്റീവായി തോന്നി. പിന്നെ ആ തെർമലിന് കുറെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ എത്രത്തോളം മാക്സിമം ടഫാക്കി പഠിക്കാൻ പറ്റുമോ അത്രയും പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിക്കും. സബ്ജക്ട് ഭയങ്കര ഈസി. സബ്ജക്റ്റിന്റെ നോട്ട് കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രേ ഉള്ളൂ, സബ്ജക്ട് ഇത്ര പെട്ടെന്ന് തീരുമല്ലോ. പക്ഷെ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് കാണുമ്പോഴേക്ക് കിളി പോകും. എന്താ ഇതുവരെ ചോദിക്കില്ല. എയർസിയുടെ എക്സാം ഭയങ്കര അടിപൊളിയാണ്. അവരുടെ എക്സാം പാറ്റേൺ, ആ സിസ്റ്റം ഞാൻ ഡേ സ്കോളറാണ്, വീട്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു ഗേറ്റ് എക്സാം പോലെ തന്നെയായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് വരും, ഇവിടെ വരും, ലാപ്പ് എടുക്കും. ഇന്റർഫേസും ഗേറ്റ് പോലെ തന്നെയാണ്, എക്സാക്ട് ഗേറ്റ് പോലെ തന്നെയാണ് എക്സാം ഇന്റർഫേസ്, ലോഗിൻ എല്ലാം. നമ്മള് ഫുൾ ലെങ്ത് ഒക്കെ എഴുതിയപ്പോ ഭയങ്കര അടിപൊളിയാണ് എക്സാം. നമ്മുടെ മെക്കാനിക്കൽ പൊതുവെ ബോയ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. ബോയ്സിന് ഏറ്റവും അത്യാവശ്യം പെട്ടെന്ന് ഒരു ജോലിയാണ്. അപ്പൊ എന്തായാലും വീട്ടൊക്കെ കഴിഞ്ഞാൽ 1 വർഷം ഗേറ്റ് വേണം, 2 വർഷം ഇന്റക്ക് വേണം. ഇൻഎഫിഷ്യന്റ്ലി നമുക്ക് എന്ത് ചെയ്യണം, ഒരു 3 വർഷത്തോളം ഗ്യാപ്പ് വരും. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ആ ഒരു 3 വർഷം കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യാം, അല്ലെങ്കിൽ എന്താ ആ ഒരു ഡിസിഷൻ എടുത്ത്? ബിടെക് കഴിയുമ്പോൾ ആർക്കും ഒരു വിവരമൊന്നും ഉണ്ടാവില്ല. അതൊരു സത്യം. അല്ല സത്യം, ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാം. ഇപ്പൊ ഞാൻ MRF വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം എന്താ പറഞ്ഞാല്, നമുക്ക് മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രോബിലിറ്റിയും നമുക്ക് പറഞ്ഞാൽ ഈ R&D സൈഡ് ഉണ്ട്. അത് ഓക്കെ, അത് നമുക്ക് മാറ്റി വെക്കാം. നേരെ കുറച്ചുകൂടി പ്ലാന്റിലേക്കൊക്കെ നമ്മുടെ ജോബിനെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പോവാം. അപ്പൊ ഈ പ്ലാന്റിൽ പറഞ്ഞാൽ അത്ര സുഖമുള്ള ജോലി ആയിരിക്കണം എന്നില്ല, അത് പ്രോബിലിറ്റി കിട്ടാനുള്ള പ്രോബിലിറ്റി. പക്ഷെ നമുക്ക് MTech ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല ജോലിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇതൊരു ഫാക്ട്. എല്ലാവരും അറിയാം MTech ചെയ്താൽ ജോലിയില്ല, വെറുതെയാണ്, പഠിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അങ്ങനെയല്ല. നല്ല കോളേജിൽ IIT NIT പോലുള്ള കോളേജിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ നല്ല പ്ലേസ്മെന്റ് കിട്ടും. അപ്പൊ അഭിരാജ് എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടാണ് വന്നത്. അപ്പൊ അതെന്താണെന്ന് കൂടെ ഒന്ന് പറഞ്ഞാൽ. ആക്ച്വലി എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഇവൻ പറഞ്ഞു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തത്. അപ്പം എനിക്ക് അവിടെ ഞാൻ കണ്ടത് വെച്ചിട്ട് എനിക്കിത് ഈ ഒരു സബ്ജക്റ്റിന്റെ സ്കോപ്പ് എത്രത്തോളം ഏകദേശം ഒരു ധാരണയുണ്ട്. ഈ മെഷീൻ മാനുഫാക്ചറിംഗ് കമ്പനി പോലുള്ള കമ്പനീസിലെ R&D അങ്ങനത്തെ സൈഡിലൊക്കെ കയറി പറ്റണമെങ്കിൽ നമുക്ക് MTech ചെയ്താലേ കുറച്ചുകൂടി ആ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ ഈ സോഫ്റ്റ്വെയർ സ്കിൽസ് ഒന്നും അത്ര ഇല്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു IT ജോബിലേക്ക് പോകാനുള്ള ഒരു സംഭവം എനിക്കില്ല. അപ്പം എനിക്ക് പറ്റുന്നത് പറഞ്ഞാൽ ടെക്നിക്കൽ ഫീൽഡ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, മാനേജ്മെന്റ് ഫീൽഡ് താല്പര്യമില്ല. അപ്പോൾ ആകെ MTech ആണ് എൻ്റെ ആകെ ഒരു ചോയ്സ്. അപ്പം ഞാൻ MTech തന്നെ വന്നു.